നമസ്കാരം. നീതി നടപ്പാക്കാൻ നാട്ടിലൊരു നിയമവ്യവസ്ഥ ഉണ്ടാവുക. ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ നീതിബോധവും നമ്മുടെ നിയമവ്യവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? അതല്ലെങ്കിൽ ഈ നീതിയും നിയമവും ഒക്കെ എല്ലാവരിലും ഒരുപോലെയാണോ പ്രവർത്തിക്കുന്നത്? ഇത്തരം വിഷയങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ ശ്രദ്ധേയമായ രണ്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന നോവലും 1128 ക്രൈം 27 എന്ന പേരിൽ CJ തോമസ് തയ്യാറാക്കിയ ഒരു നാടകവും. സമാനമായ വിഷയത്തെ ആസ്പദമാക്കി 2022 പുറത്തിറങ്ങിയ മഹാവീരർ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആത്മാവിന്റെ രഹസ്യം പ്രാണനെ ഒളിപ്പിച്ച് പറന്നുപോയ കിളിയെ അമ്പെയ്ത് വീഴ്ത്തി അതിന്റെ ഹൃദയം തുറന്ന് രഹസ്യം തുരഞ്ഞവരോട് കാലം ഇപ്രകാരം പറഞ്ഞു. ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. M മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി എബ്രിഷൻ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി മുഖ്യ വേഷത്തിലെത്തിയ ഈ സിനിമ വളരെ സമകാലികമായ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. വിക്കിപീഡിയ പേജിൽ ഈ സിനിമയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു പരീക്ഷണാത്മക ഫാന്റസി കോമഡി ചിത്രം എന്നാണ്. അങ്ങനെ ഈ സിനിമയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ ഫാന്റസിയോ അതല്ലെങ്കിൽ ഒരു തമാശയോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നതായി തോന്നില്ല. പക്ഷേ ആക്ഷേപഹാസ്യം ഇതിലെ ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് താനും. അപ്പോഴും ഹാസ്യത്തിലൂടെ ചിരിക്കണോ എന്നതിനേക്കാൾ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘട്ടങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. കിളിയുടെ ഹൃദയം തുറന്ന് രഹസ്യം തിരിഞ്ഞവരുടെ മുമ്പിൽ കാലം ഒരു സാക്ഷിയാണ്. ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു പഴയകാല രാജാവിനെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെയും കാണിച്ചുകൊണ്ടാണ്. ഇക്കിളെടുത്ത് ഉറങ്ങാൻ കഴിയാത്ത രാജാവിന് ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയും ലക്ഷണയുക്തിയുമായ ഒരു പെണ്ണിനെ വേണം എന്നൊരാവശ്യം മന്ത്രിയോട് അറിയിക്കുകയും ആ പെണ്ണിനെ അന്വേഷിച്ച് മന്ത്രി പുറപ്പെടുകയും ചെയ്യുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമ വളരെ പെട്ടെന്ന് വർത്തമാനകാലത്തിലേക്ക് വരികയും അവിടെ വിഗ്രഹമോഷണ കുറ്റം ആരോപിച്ച് പിടിക്കപ്പെടുന്ന സ്വാമി അപൂർണാനന്ദ ബാബുക്കുട്ടനോട് പറയുന്ന ഒരു കഥയായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട രാജാവിന്റെ കഥയെ കാണിക്കുന്നത്. തുടർന്ന് തന്റെ കേസ് കോടതിയിൽ സ്വയം വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന അപൂർണാനന്ദയുടെ വിചാരണയാണ് ഈ സിനിമയുടെ ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ അതേ കോടതിയിലേക്ക് നമ്മൾ ആദ്യം കേട്ട കഥയിലെ രാജാവിനെതിരെ ഒരു കേസും കടന്നു വരികയാണ്. ഈ സിനിമയിൽ ഒന്നാം കേസിന് കോടതി വിധി പറയുന്നില്ല. രണ്ടാമത്തെ കേസ് രാജാവിന് അനുകൂലമായി വിധി പറയുകയും ചെയ്യുന്നു. 2020 കോടതിയിൽ 1783 രാജാവിനെതിരെ കൊടുത്ത കേസ് വരികയും 2030 അതിന് വിധി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രമമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കോടതി എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും നിയമവ്യവസ്ഥയെ പ്രതിദാനം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ രാജാവിന്റെ കേസ് വരുമ്പോഴും അവിടുത്തെ ന്യായാധിപനോ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഇവരാരും തന്നെ മാറുന്നില്ല. കോടതിക്ക് ചില ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രം. അതിനർത്ഥം എല്ലാ കാലത്തെയും നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനമാണ് നമ്മുടെ മുന്നിൽ സിനിമയായി അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ജഡ്ജിയുടെ കഥാപാത്രം. അയാൾ ഒരു ന്യായാധിപനാണ്. പക്ഷേ അയാളുടെ നീതിബോധം പോലും പലപ്പോഴും തന്റെ എതിർവശത്ത് നിൽക്കുന്ന പ്രതികളുടെ സ്വഭാവത്തിനനുസരിച്ച് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഈ സിനിമയിൽ ആദ്യം പ്രതിയായി വരുന്ന അപൂർണാനന്ദയുടെ കേസ് വാദിക്കുന്ന സമയത്ത് ജഡ്ജി ആ ഇരിപ്പിടത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും അയാളെയാണ് ബഹുമാനിക്കുന്നത്. എന്നാൽ അതേ കോടതിയിൽ രാജാവ് പ്രതിയായ ഒരു കേസ് വരുന്നതോടുകൂടി രാജാവ് വന്നിരിക്കുമ്പോൾ ഈ ന്യായാധിപൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ പ്രതിക്കനുസരിച്ച് മാറുന്ന ഒരു നീതിബോധം മാത്രമേ ഈ ന്യായാധിപനുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ കോടതിയിൽ രണ്ടാമത് നടക്കുന്ന കേസ് രാജാവിനെതിരെയുള്ള കേസാണ്. ലാലാണ് ആ രാജാവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലാൽ അവതരിപ്പിക്കുന്ന രാജാവ് എല്ലാ കാലത്തെയും ഭരണകൂടത്തെയാണ് പ്രതിദാനം ചെയ്യുന്നതെന്ന്. കാരണം ഇയാളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കോടതിയിൽ വിചാരണയ്ക്കുള്ള സൗകര്യങ്ങൾ മാറുന്നുണ്ട്. ഇദ്ദേഹം ആ കോടതിയിൽ രാജമുദ്രയോടുകൂടി ഇരുന്നാണ് തന്റെ കേസിന്റെ വിചാരണ കാണുന്നത്. ഇവിടെ രാജാവ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ദേവയാനി എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസ്. പക്ഷെ കേസിന്റെ വിചാരണയിൽ രാജാവിന്റെ വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേവയാനി രാജാവിനെതിരെ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നാണ്. മാത്രമല്ല പീഡനത്തെ അങ്ങനെ തെളിയിക്കാനൊന്നും ദേവയാനിക്ക് കഴിയുന്നില്ല. പോരാത്തതിന് ഒരു രാജാവിന്റെ പ്രവൃത്തിയെ രാജാവിന്റെ വക്കീൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രജയും രാജ്യത്തിന് അതീതനല്ല, രാജാവിനും അതീതനല്ല. ഇവിടെ രാജ്യവും രാജാവും രണ്ടായിട്ട് കാണാൻ കഴിയില്ല. മാത്രമല്ല ഇനി പ്രജയ്ക്കുണ്ട് എന്ന് പറയുന്ന ഈ വ്യക്തി സ്വാതന്ത്ര്യം അത് രാജാധികാരത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ പ്രജയ്ക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറ്റൊരു രാജ്യവുമായി പങ്കുവെക്കാൻ അയാൾക്ക് അവകാശമില്ല. മാത്രമല്ല രാജാവിന് വേണമെങ്കിൽ ഒരു പ്രജയുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ആവാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ രാജാവ് ഇക്കാലത്തെയും ഭരണകൂടത്തിന്റെ ചില അടിസ്ഥാന സ്വഭാവങ്ങളെ തന്നെയല്ലേ കാണിക്കുന്നത്?
അങ്ങനെ ഭരണകൂടം എങ്ങനെയാണ് തങ്ങളുടെ പ്രജകളുടെ മേൽ അധികാരം നടത്തുന്നത്, അല്ലെങ്കിൽ പ്രജകളുടെ പൗരാവകാശങ്ങൾക്ക് മേൽ ഭരണകൂടം എങ്ങനെ ഇടപെടുന്നു, അതെങ്ങനെ ഒരു കോടതിയിൽ നിയമത്തിന്റെ പഴുതിലൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെ വളരെ വിശദമായി ഈ രാജാവിന്റെ വിചാരണ വേളയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്ന അപൂർണാനന്ദ. ആ കഥാപാത്രവും ശ്രദ്ധേയമായ വായനകൾക്ക് ഇടം നൽകുന്നുണ്ട്. സിനിമ ആരംഭിക്കുമ്പോൾ ഹിമാലയത്തിൽ ധ്യാനിച്ചിരിക്കുന്ന ഒരാൾ, പിന്നീട് ദാഹിച്ചിരിക്കുന്ന ഒരു സ്വാമി, അതിനിടയിൽ പഴയ കാലത്ത് ആ പ്രജയോട് രാജാവിനെതിരെ കേസ് കൊടുക്കാം എന്ന് ഉപദേശം നൽകുന്ന ഒരാൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ കാലത്തെയും സമയത്തെയും അടയാളപ്പെടുത്തുന്നില്ല. അതല്ലെങ്കിൽ ഇയാൾ എല്ലാ കാലത്തെയും സമയത്തെയും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അപൂർണാനന്ദ ആ സിനിമയിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് അപൂർണത. ചിലപ്പോൾ ഭാവിയിലേക്ക്, ചിലപ്പോൾ ഭൂതത്തിലേക്ക്, ചിലപ്പോൾ മുന്നോട്ട്, ചിലപ്പോൾ പിന്നോട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈ കാലങ്ങളെയെല്ലാം അതിജീവിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം സ്വന്തം കേസ് വാദിക്കുമ്പോൾ അയാൾക്ക് IPCയും അറിയാം, ചാണക്യന്റെ അർത്ഥശാസ്ത്രവും അറിയാം. ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അപൂർണാനന്ദ നമ്മുടെ എല്ലാ കാലത്തെയും നിയമത്തെയും, എല്ലാ കാലത്തെയും നീതിബോധങ്ങളെയും യുക്തിബോധത്തെയും ഒക്കെ മനസ്സിലാക്കിയ ഒരാളായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മുടെ ഋഷിമാരെ പോലെ, രാജഭരണകാലത്തിലെ ചാണക്യനെ പോലെ, ഈ കാലഘട്ടത്തിലെ സത്യാന്വേഷകരെ പോലെ അയാളും തത്വചിന്തകനാണ്, ഫിലോസഫറാണ്, സത്യാന്വേഷിയാണ്. അങ്ങനെ ഒരാൾ അയാളുടെ സ്വന്തം കേസ് വാദിക്കുമ്പോൾ നിയമം കൊണ്ടും എന്നാൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ നീതിബോധം കൊണ്ടും ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് അപൂർണാനന്ദക്കെതിരെ ഒന്നാം പകുതിയിൽ നടക്കുന്ന കേസ് ഒന്ന് പരിശോധിക്കാം. അയാൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം അയാൾ വിഗ്രഹം മോഷ്ടിച്ചു എന്നുള്ളതാണ്. സൂക്ഷ്മമായി നോക്കിയാൽ അയാൾ മോഷ്ടിച്ചത് നമ്മുടെയൊക്കെ വിഗ്രഹ സങ്കല്പങ്ങളെയാണ്. ആ കഥയിൽ ഒരു പൂജാരി വരുന്നുണ്ട്. പൂജാരിയെ അപൂർണാനന്ദ വിചാരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ദൈവത്തെ കാണാനില്ല. അടുത്ത നിമിഷത്തിൽ അയാൾ പറയും ആ വിഗ്രഹം ഇയാളുടെ ബാഗിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇവിടെ അയാൾ ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് ആത്മീയം, കാലം തുടങ്ങിയ സങ്കല്പങ്ങളെ കുറിച്ചൊന്നും അയാൾക്ക് അറിവില്ല, അല്ലെങ്കിൽ അയാൾ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അപൂർണാനന്ദ പറയുന്നുണ്ട്. ഇവിടെ നമ്മളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സങ്കല്പങ്ങൾ, ഈ സങ്കല്പങ്ങളെ അദ്ദേഹം മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പുനഃസൃഷ്ടിക്കുകയാണ്. അതിൽ അപൂർണാനന്ദ തന്നെ പറയുന്നുണ്ട്, ഞാൻ വിഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെയും അപഹരിക്കപ്പെടുന്നതിന്റെയും സാക്ഷി മാത്രമാണ്, മോഷ്ടാവല്ല എന്ന്. ഈ വാദത്തിൽ അദ്ദേഹം ഈ വിഗ്രഹ സങ്കല്പങ്ങളെ യുക്തിബോധം കൊണ്ടും ശാസ്ത്രബോധം കൊണ്ടും ഒക്കെ പല സമയത്തായി നേരിടുന്നുണ്ട്. ഇങ്ങനെ ഈ വാദം മുന്നോട്ട് പോകുന്ന സമയത്താണ് അതേ കോടതിയിലേക്ക് കാലം തെറ്റി 1783 ദേവയാനി എന്ന് പറയുന്ന പെൺകുട്ടി രാജാവിനെതിരെ കൊടുത്ത കേസ് കടന്നു വരുന്നത്. ഇനി ആ കേസിലേക്കും നമുക്കൊന്ന് പോകാം. അവിടെ രാജാവ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ദേവയാനി കൊടുത്തിരിക്കുന്ന കേസ്. പക്ഷേ കോടതിയുടെ ആദ്യ പരിശോധനയിൽ പീഡനം എന്താണെന്ന് ദേവയാനിക്ക് വിശദമാക്കാൻ കഴിയുന്നില്ല. ദേവയാനി പറയുന്നതനുസരിച്ച് രാജാവ് തന്നെ പിച്ചി പലതരത്തിൽ വേദനിപ്പിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും തെളിവുകളുടെ അഭാവത്തിൽ പീഡനമായി കണക്കാക്കുന്നില്ല. അങ്ങനെ കോടതി രാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ ആവശ്യം? അപ്പോൾ രാജാവ് കുറെ ആലോചിച്ചിട്ടാണ് അതിന് മറുപടി പറയുന്നത്. രാജാവ് പറയുന്ന മറുപടി ഇതാണ്: താൻ ഒരു വെളുപ്പാൻ കാലത്തൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ കണ്ണീർ ഒരു കോപ്പ കുടിച്ചാൽ തൻ്റെ ഇക്കിള് മാറുകയും തനിക്ക് നല്ല രീതിയിൽ രാജഭരണം നടത്താൻ കഴിയുകയും ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹം ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ കണ്ണീര് കുടിക്കാൻ വേണ്ടിയാണ് മന്ത്രിയെ ആ ജോലി ഏൽപ്പിക്കുന്നത്. മന്ത്രി ഏറ്റവും മികച്ച സുന്ദരിയായ ലക്ഷണയുക്തിയായ പെൺകുട്ടിയെ രാജാവിന് കൊണ്ട് സമർപ്പിച്ചു. രാജാവ് എത്ര ആവശ്യപ്പെട്ടിട്ടും അവൾ കരഞ്ഞില്ല. രാജാവ് പലതരത്തിൽ ചെറിയ രീതിയിൽ വേദനിപ്പിച്ചു, വലിയ രീതിയിൽ വേദനിപ്പിച്ചു, എന്നിട്ടും അവൾ കരയുന്നില്ല. രാജാവിന് എങ്ങനെയും ആ പെൺകുട്ടിയുടെ കണ്ണീർ വേണം. ഇതാണ് ഈ കോടതിയിൽ നടക്കുന്ന കേസിന്റെ കാരണമാവുന്ന പീഡനം എന്ന് പറയുന്ന ആരോപണം. ഇത് കേട്ടപ്പോൾ കോടതിക്ക് തോന്നുന്നത് ശരിയാണല്ലോ, രാജാവിന് അല്പം കണ്ണീര് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി രാജാവിന്റെ ഇക്കിള് മാറും, രാജാവിന് നല്ല രീതിയിൽ ഭരണം നടത്താൻ കഴിയും. അങ്ങനെ കോടതി അവസാനം ആ കേസിന് പറയുന്ന വിധി ദേവയാനിയോട് രാജാവിന് കണ്ണീര് കൊടുക്കാനാണ്. ദേവയാനിയെ കോടതി മധ്യത്തിൽ വിളിച്ചു നിർത്തി പലതരത്തിൽ കരയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ദേവയാനിക്ക് കണ്ണീർ വരുന്നില്ല. കോടതി ചെറിയ രീതിയിൽ പിച്ച് വേദനിപ്പിക്കാൻ പോലീസുകാരനോട് ആവശ്യപ്പെടുന്നു. ദേവയാനി കരയുന്നില്ല. ദേവയാനിയുടെ വസ്ത്രം വലിച്ചു കീറുന്നു, അപമാനിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ടും ദേവയാനി കരയുന്നില്ല. കോടതി ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. ഒടുവിൽ കോടതി ചാട്ടവാറ് കൊണ്ടുവന്ന് ദേവയാനിയെ അടിക്കാൻ ആവശ്യപ്പെടുകയാണ്. പോലീസുകാരൻ പലതരത്തിൽ ദേവയാനിയെ മർദ്ദിക്കുന്നുണ്ട്. ദേവയാനി കുഴഞ്ഞ് താഴെ വീഴുന്നു. ഇതെല്ലാം കണ്ട് നമ്മൾ നേരത്തെ പകുതി കേസ് വിചാരണ നടത്തിയിരിക്കുന്ന സ്വാമി അപൂർണാനന്ദ അവിടെ ബോധരഹിതനായി വീഴുന്നുണ്ട്. അദ്ദേഹം ബോധം തെളിഞ്ഞു വരുന്ന സമയത്ത് കോടതിയുടെ മുമ്പിൽ വന്ന് ആവശ്യപ്പെടുകയും, എനിക്കൊരു അവസരം തന്നാൽ ഞാൻ കണ്ണീര്
മേടിച്ചു തരാം എന്ന് പറയുകയും ചെയ്യാണ്. അങ്ങനെ കോടതി അപൂർണാനന്ദയെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഒരു തൂവലെടുത്ത് ദേവയാനിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും ആ തൂവൽ സ്പർശം കൊണ്ട് ദേവയാനി ആനന്ദത്തിൽ ആറാടുകയും അങ്ങനെ ദേവയാനിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊഴിയുകയുമാണ് ചെയ്യുന്നത്. ആ ആനന്ദ കണ്ണീർ ഒരു കോപ്പയിൽ ശേഖരിക്കുകയും രാജാവ് അത് കുടിച്ച് രാജാവിന്റെ ഇക്കിൾ മാറുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഭരണകൂടത്തിന് നിയമ സംവിധാനത്തിനൊക്കെ പലപ്പോഴും കണ്ണീർ എന്ന് പറയുന്നത് വേദനയിൽ നിന്നുണ്ടാകുന്ന ഒന്ന് മാത്രമാണ്. അവിടെ അത് ആനന്ദത്തിൽ നിന്ന് കൂടി ഉണ്ടാകുന്നു എന്ന് അറിയുന്നിടത്താണ് ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്ര നമ്മളും നടത്തുന്നത്. യഥാർത്ഥത്തിൽ കിളിയുടെ ഹൃദയം തുറന്ന് രഹസ്യം തിരഞ്ഞ വീരന്മാരോട് മഹാത്മാക്കൾ പറഞ്ഞത് ഇതുതന്നെയാണ്: ഒരു ആത്മാവിനെയും കീഴടക്കാനാവില്ല അധികാരത്തിന്റെ ചാട്ടയാൻ. ഈ സിനിമയുടെ അവസാനം ബാബുക്കുട്ടനോട് അപൂർണാനന്ദ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായതെന്ന്. അപ്പൊ ബാബുക്കുട്ടൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്: അല്ലെങ്കിലും ഈ രാജാവിന് ഒരു കോപ്പ കണ്ണീര് കൊടുക്കാനായില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന്. ഈ കാലത്തും നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്? ബാബുക്കുട്ടന്റെ മറുപടി തന്നെയാണോ നമുക്കുമുള്ളത്? നീതിബോധത്തെ, നിയമ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ഏതളവിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊരു രസകരമായ കാര്യം, ഈ സിനിമയിൽ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ കണ്ണീര് വേണം എന്നുള്ളതായിരുന്നു രാജാവിന്റെ ആവശ്യം. മന്ത്രിയാണ് ആ പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. എന്നാൽ ആ നാട്ടിലെ ഏറ്റവും സുന്ദരി സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട് അത് മന്ത്രിയുടെ വീട്ടിലാണ്, മന്ത്രിയുടെ ഭാര്യയായിട്ടാണുള്ളത്. അപ്പോൾ ഈ നിയമം നടപ്പാക്കുന്ന ആളുകൾ നിയമ സംവിധാനത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, അത് പലപ്പോഴും നീതിയാണെന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു തുടങ്ങിയതൊക്കെ വളരെ അന്തർലീനമായി ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ നീതിയെ സംബന്ധിക്കുന്ന, നിയമത്തെ സംബന്ധിക്കുന്ന, അതിന്റെ നടത്തിപ്പുകളെ സംബന്ധിക്കുന്ന, രാജ്യത്തെ സംബന്ധിക്കുന്ന, ഭരണകൂടത്തെ സംബന്ധിക്കുന്ന ധാരാളം ചർച്ചകളാണ് ഈ സിനിമ നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. സമാനമായ ഒരു വിഷയത്തെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഒരു നോവലാണ് ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ. നമ്മൾ ആ നോവലിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ചൗപ്പട്ട് രാജാവ് എന്ന് പറയുന്ന രാജാവ് ഒരു കുറ്റവാളിയെ കുറ്റക്കാരനായി കണ്ടെത്തുകയും അയാൾക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഒടുവിൽ ശിക്ഷ നടപ്പാക്കാൻ പോകുമ്പോഴാണ് ആ തൂക്കുകയർ അയാളുടെ കഴുത്തിന് പാകമാകുന്നില്ല എന്ന് കാണുന്നത്. രാജാവ് വളരെ കണിശമായ ഒരു കാര്യം പറയും: ഒരു കുറ്റവാളിക്ക് വേണ്ടി തന്റെ ശിക്ഷാ നടത്തിപ്പ് രീതി മാറ്റാൻ കഴിയില്ല. അങ്ങനെ ശിക്ഷ നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ തൂക്കുകയറിന് പാകമാകുന്ന ഒരാളെ അവർ തേടി കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മുടെ ഗോവർദ്ധൻ. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്, അറിയാത്ത കുറ്റത്തിന് തൂക്കുകയർ പാകമാകുന്നതിന്റെ പേരിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്ന ഗോവർദ്ധൻ തന്റെ ശിക്ഷാവിധി നടപ്പാകുന്നതിന് അവസാന മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അദ്ദേഹം നടത്തുന്ന ഒരു യാത്രയുണ്ട്. നീതിയെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചുമുള്ള പല അന്വേഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ. അതും നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു മികച്ച വായന അനുഭവമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.